ഞങ്ങൾ മുതിരേരി അമ്പലത്തിൽ തൊഴുതു. ഇനി ഞങ്ങളുടെ ഒരു കൂട്ടുകാരിനെ, എൻ്റെ ഒരു കൂട്ടുകാരിന്റെ വീട്ടിൽ പോന്നാന്നേ. അതാണ് വീട്. അപ്പൊ ദൂരെ കാണുന്നതാണ് ഇവിടെ കൂട്ടുകാരിന്റെ വീട് കേട്ടോ. ഇവരെ ഒരുമിച്ച് ഒരേ സ്കൂളിൽ പഠിച്ചതാണ്. അപ്പൊ മുതിരേരി ക്ഷേത്രത്തിൽ വന്നപ്പോഴേ ആദ്യം പറഞ്ഞിരുന്നു എന്തായാലും വരണമെന്ന്. അങ്ങനെ ഇവിടെ കൂട്ടുകാരിന്റെ വീട്ടിലേക്കാ പോവാം. അതിമനോഹരമായ ഗംഭീര വീടാണ് കേട്ടോ. നമ്മുടെ വീടും ഇതുമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പോലും പറ്റത്തില്ല. അതിമനോഹരമായ വലിയൊരു വീടാണ്. നിറയെ ഗാർഡനെല്ലാം ആയിട്ട് ചെടികളെല്ലാം ആയിട്ടുള്ള അതിമനോഹരമായ വീട്. അപ്പൊ വീടിന്റെ മുൻപിലെത്തി കേട്ടോ. ഇതാ ഇവിടുന്ന് ദൂരന്ന് റോഡിൽ നിന്ന് കാണുമ്പോൾ തന്നെ റോഡ് സൈഡിൽ തന്നെ ആയിട്ടുള്ള അതിമനോഹരമായ വലിയൊരു വീടാണ് കേട്ടോ. ചേച്ചി ഇതാ എന്റെ ഭാര്യയുടെ കൂട്ടുകാരിയാണ്, ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പൊ അവരുടെ വീട്ടിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇവിടെയാണ് കേട്ടോ. വന്നപ്പോ കണ്ടില്ലേ? ആ ഞാൻ കണ്ടു. ഓക്കെ, ഒരു അത്ഭുത ലോകത്തെത്തിയ മാതിരി ഉണ്ടല്ലേ. സണ്ണിച്ചേട്ടനാന്നേ, ലിസിയുടെ ഭർത്താവ് അല്ലേ. സണ്ണിച്ചേട്ടന്റെ വീടാണിത്. അതിമനോഹരമായ വീടാണ്, ചെടികളാണ്. അടിപൊളി അല്ലേ. സണ്ണിച്ചേട്ടാ ചെടി അപാരാന്ന് കേട്ടോ. എല്ലാം ബോഗൻ വില്ല അവിടെയാണ് കൂടുതൽ അല്ലേ. ബോഗൻ വില്ല അല്ലേ, അതാണ് വലിയ റിസ്ക് ഇല്ലാത്ത പണി. മറ്റേ ഭയങ്കര റിസ്ക് മരുന്നടിച്ച് കൊണ്ടെടുക്കാൻ. ബോഗൻ വില്ല വലിയ മരുന്നുണ്ട്. അപ്പൊ നമ്മള് ലിസി ചേച്ചിന്റെ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാന്നേ. എല്ലാം അറിയാം. ഇപ്പൊ തന്നെ ഇങ്ങോട്ട് തിരിച്ച് നമ്മളെ ഞാൻ കൈ കാണിച്ചാ വരുവാ. അതെ, അങ്ങോട്ട് നിങ്ങള് കൈ കാണിച്ച് ഒത്തൊന്നുമില്ല. എന്തോ ചെയ്യുന്നു അങ്ങനെ തോന്നിട്ടിരിക്കും. എന്നാലേ ഓക്കെ ശരിയാ. റൈറ്റ് ഓക്കെ. അപ്പം ലിസിയുടെ വീട്ടിലത്തെ ചെടികളാണ് ഏത്. ബോഗൻ വില്ലിൽ നിന്നൊക്കെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നു. വാ, വല്ല പുഷ്പോത്സവത്തിലും പോയ മാതിരിയുണ്ട്. പറയും ചെടികളാണ്. ഇതാ ചെമ്പരത്തിയുടെ വലിയൊരു ചെമ്പരത്തി ഉള്ളത്. ഇത് 2 കളറുണ്ട് അല്ലേ. വാ, ഇതും നല്ല രസമുണ്ട്. അത് ശരി. ഇത് വേറെ വ്യത്യസ്തമായ ചെടിയാണ്, ചെമ്പരത്തി മാതിരി ഉണ്ട്. ഇതിന്റെ ഒന്നും പേരൊന്നും നമുക്കറിയില്ല. പക്ഷെങ്കിൽ ഈ വീട്ടിലുള്ള ചെടികൾ കണ്ട് അത്ഭുതപ്പെട്ടു പോയി. ഓഹോ, ഞാനൊരു വീട്ടിലും ഇതേമാതിരിയുള്ള ഇത്രയധികം ചെടികളുള്ള ഒരു വീട് ഞാൻ കണ്ടിട്ടില്ല. ആദ്യമായിട്ട് കാണുന്നതാണ്. അതും ബോഗൻ വില്ലയുടെ അതിമനോഹരമായ ഒരു കളക്ഷൻസ്. ഇത്രയധികം ബോഗൻ വില്ലയുള്ള വീടുകളൊന്നും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇവിടെ വെയിൽ കുറവായതുകൊണ്ടാണ് തോന്നുന്നു കുറച്ച് പൂക്കൾ കുറവാണ്.
പിന്നെ ഇവിടെ ഒരു താമരക്കുളം ഉണ്ട് കേട്ടോ. താമരയില്ല, പക്ഷെ ഇതാണ് താമര. ചെറിയ പൂക്കളുള്ള താമരയുടെ പൂക്കളില്ലല്ലേ? അന്തൂറിയം ഒരു മഞ്ഞ പൂക്കളുള്ള ചെറിയ പൂക്കളുള്ള ചെടിയാണ്. ഇതിൻ്റെ പേര് നമുക്കറിയില്ല. രാജോ തണുപ്പുണ്ടോ? പ്രായമായില്ലേ? 80 വയസ്സായി. അതുകൊണ്ടുള്ളൊരു തണുപ്പല്ലേ. അപ്പൊ എത്ര കാലമായി ഇവിടെ വയനാട്ടില്? ഞാൻ വയനാട്ടിലുണ്ടായത് കല്ലോടിയായിരുന്നു. ജനിച്ചു വളർന്നെല്ലാം വയനാട്ടിൽ തന്നെയാണ്. ചിക്കൂല്ലേ? അടിപൊളിയാന്ന് കേട്ടോ. എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതല്ലോ? മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൂടുതലും ഹസ്ബൻഡ് തന്നെയാ, പിന്നെ ആളില്ലാത്തതാണ്. അതെ അതെയാ. അല്ല ഈ ചെടിയെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം അല്ലേ? രാത്രിക്കൊക്കെ ചെയ്യും. അതെയാ. വെള്ളം ഒഴിക്കുവാന്നല്ല പറഞ്ഞല്ലേ? ഇത് വെട്ടി മരുന്നടിക്കലാണ് സഹിച്ചൂടാതെ മരുന്ന് കൊടുക്കണം. ഇതാ സമയം കിട്ടാത്തോണ്ട് ഇതൊന്നും വെട്ടി വൃത്തിയാക്കാത്ത പിന്നെ നടക്കണം. അപ്പൊ നമുക്ക് ഏതാ ചെടി തരുക? ഏറ്റവും നല്ല ചെടി നോക്കി നമുക്ക് പക്ഷെ പൊതുവെ ഈ മൺചട്ടിയാന്നല്ലേ കാണുന്നത്? നിങ്ങൾ പ്ലാസ്റ്റിക്കിന്റെ ചെറുതല്ലേ കിട്ടുള്ളൂ. ചെറുതാ കിട്ടുക. വലിയ ഇത്രയും ഇതായി കിട്ടിയില്ല. ഇതിന് 2 വർഷത്തേക്ക് മാറ്റണ്ട. 2 വർഷത്തേക്ക് ഇല്ല, നമ്മള് ലോറി നമ്മളൊരു വണ്ടി പിടിച്ചു തരാം. ഇത് നോർമൽ ലെവലിൽ കേട്ടാൻ ഒരു 50 കിലോയ്ക്ക് മുകളിൽ ഉണ്ടാവില്ല. അതെ അതെ. 50 അല്ല. നമ്മള് കൊണ്ടുപോയി ഇതേപോലെ നോക്കണ്ടേ, അതേപോലെ പരിപാലിക്കണ്ടേ. അപ്പൊ നമ്മളെല്ലാം കൃഷിക്കാരാണ്. നമ്മുടെ വൈഫിന്റെ കൂടെ പഠിച്ചാണ് ലിസി ചേച്ചി അല്ലേ? നിങ്ങള് 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ച് അവരെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇത് വന്നിട്ട് വയനാട് ജില്ലയില് മുതിരേരി എന്ന് പറയുന്ന സ്ഥലമാണ്. വയനാട് ജില്ലയിൽ മാനന്തവാടി മുതിരേരി. ഇതാണ് ഇവരെ ലിസിയുടെ ഹസ്ബൻഡ് സണ്ണിച്ചേട്ടന്റെ അതിമനോഹരമായ വീടിന്റെ മുൻപിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ വീടിന്റെ മുൻവശത്തുള്ള ചെടി കാണുമ്പോൾ തന്നെ നമ്മൾ ഏതോ ലോകത്തെത്തി മാതിരി ഉണ്ട് കേട്ടോ. ഏതോ ഒരു പൂന്തോട്ടത്തിലോ അല്ലെങ്കിൽ വലിയ അതിമനോഹരമായ ഒരു പൂക്കളുടെ ബോഗൻവില്ലയുടെ കളക്ഷൻസ് ആണ് സണ്ണിച്ചേട്ടന്റെ കയ്യിലുള്ളത്. ഇദ്ദേഹം പ്രവാസിയായിരുന്നു. ഒരുപാട് വർഷം പ്രവാസിയായി ജീവിതം കഴിച്ചതിന് ശേഷമാണ്
ഇതേമാതിരി ഒരു സെറ്റപ്പ് ആയിട്ട് ഇവിടെ നല്ല വലിയൊരു വീട് എടുത്തിട്ട് ഇപ്പൊ കൃഷിപ്പണിയാണ്. കൃഷിപ്പണിയാണ്. ഇപ്പൊ കൃഷിക്കാരനായി മാറി അല്ലേ? കൃഷിക്കാരനായി ഇവിടെ നിൽക്കുമ്പോ കൃഷിക്കാരനും അവിടെ പോകുമ്പോ കൃഷിക്കാരനായി മുടിയെല്ലാം കുറച്ച് പോയി നമ്മളെ മാതിരി തന്നെ ആയി. കുറച്ചൊന്നുമല്ല, അതെല്ലാം പറ്റും പോയി. അതിലൊന്നും കയറി പരിപാടിയില്ല. മുടി കയറിയുന്നില്ല. ഈ ഒന്നിനും കയറില്ല. ചെടി 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 കയറിയുന്നുണ്ട്. മുടി കയറിയതിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അല്ലേ ചേച്ചി? അത് വേറെ കാര്യമല്ല. ഇപ്പൊ വേണമെങ്കിൽ പൈസ കൊടുത്തിട്ട് വെക്കാമല്ലോ. എന്തിനാ അത് വേണമെങ്കിൽ പൈസ കൊടുത്തിട്ട് വെക്കാം അല്ലേ? പൈസ കൊടുത്തിട്ട് ഏത് മോഡലിലാണ് പറിച്ച് വെച്ചുകൂടാതെ? ചെടികള് പൈസ കൊടുത്താലും ചിലപ്പോ ഇതേമാതിരി നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ വലിയ വിഷമാണ് അല്ലേ? ഇന്നാണ് ഞാൻ ഓർക്കുന്നത് ഇതെല്ലാം കൂടി വാരിയിട്ട് വല്ല ഈ റിസോർട്ടുകാർക്കൊക്കെ റിസോർട്ടുകാർക്കെല്ലാം പൈസ കിട്ടും. ഇത് ഒഴിവായി പോകും. പിന്നെ ഇവിടെ നിക്കട്ടെ നിർത്തിയിട്ട് ഇതിനെ വലിയ പൈസ ഉണ്ടാവും. ഇപ്പൊ അല്ലേ ഇതിന്റെ വില മാറിയത്? അതെ, അതെ, അതെ. ഇതാ, ഇപ്പൊ ഈ കാണുന്ന 3000 സാധനമാണ്. ഇതില് 3000 ഇപ്പോഴത്തെ സാധനമാണ്. 3000 രൂപ ചെടി. 1000 രൂപ ശരിയാണ്. അയ്യോ, അതിന്റെ പേര് എന്താണപ്പാ, ബോൺവില്ലാണ്. അത് ഭയങ്കര രസമൊക്കെ. അതെയാ? അത് ഈ ചെടി പൂവാണ്ട് ഇത്. അതെ. ഓ, അതുകൊണ്ടാ അത് വരാത്തത്. പറിച്ചു കളഞ്ഞാലോ എന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അത്രയും രസമുള്ള ബോൺവില്ലാണ്. ചൈനീസ് കമേലിയ അല്ലേ? റോസാപ്പൂ മാതിരി ഉണ്ട് അല്ലേ? അത് വെളിയിൽ നിന്ന് കൊണ്ടുവന്നേ? ചൈനീസ് കമ്പനി വെളിയിലായിരിക്കും. 5 ബാക്കി ഇല്ലേ? ഇതിനെന്താ പറയാ ഈ ചെടിക്ക്? അതിന് എന്താണെന്ന് വെച്ചാൽ ഒരു മെടിമുല്ലാണ്. എന്തോ ഒരു മുല്ല, മെടിമുല്ലപ്പെട്ടതാണ്. പിന്നെ വെളിയിൽ ഇറങ്ങി ഇതിന്റെ ഇടയിലെ കൂടി നടക്കുവാന്ന് പറഞ്ഞാൽ തന്നെ ഒരു സുഖാന്നല്ലേ? ഒരു സന്തോഷമാണ്. സന്തോഷമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, 10 രൂപ കിട്ടാത്ത ഒരു പണി ഞാൻ ചെയ്യുന്ന ആഘോഷത്തിന് ഇതൊക്കെയാണ് പണി. അതെ, കല്ലുരുട്ടി മേലെ വരെ കൊണ്ടുപോയിട്ട് അത് മാതിരില്ലേ? നമ്മളെ ഒരു മനസ്സന്തോഷം അല്ലേ? സന്തോഷം. അതെ, നല്ല കവുങ്ങോട്ടൊക്കെ കാണുന്നതാ. ബെന്നിച്ചേട്ടന്റെ കൃഷിത്തോട്ടാണ് അങ്ങ് കാണുന്നത്, വീട്ടിന്റെ പുറകിലായിട്ട് കാണുന്നത്. അപ്പൊ വള്ളിയാന്നല്ലേ? വള്ളിയാ, കുരുമുളകാന്നല്ലേ? ബെന്നിച്ചേട്ടന്റെ ഗ്യാരേജ് ആണ് കാണുന്നത്. വീടും വലിയ, എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും വീട്? 3400 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണ്. പീടി വരുവേ. ഇതെത്ര 5 kV? 8 kV? അത് ശരി. പോവില്ല അല്ലേ? താമരക്കുളം. ഇതാണ് താമരക്കുളം അല്ലേ? ഒരു ഒരു മുട്ടുണ്ട്. താമര ഭയങ്കര ഉഷാറല്ലേ? എമ്മാതിരി പോവായിരുന്നു. പൂവൊക്കെ ഭയങ്കര പോവാ. ഞാൻ ഇന്നാളെ ഒരു വീഡിയോ ഇട്ടാന്നില്ലേ? കഴിച്ചില്ലേ? ആളെ കടിച്ചാ മതി കേട്ടാ. എന്നെ കടിക്കണോ? ആരോട് ദേഷ്യം വന്നാലും അവരെ കടിക്കും. എന്നെയും കടിക്കും, നമ്മളെയും കടിക്കും. പിന്നെ കടി കൊണ്ടാ ഇതെല്ലാം ഇങ്ങനെ നേരത്തെ കഴിച്ചിട്ടുണ്ട് കേട്ടാ. നേരത്തെ കഴിച്ചിട്ടുണ്ടാ. കണ്ട. അതിന് ബദാം അത്യാവശ്യം. ഇതാ പച്ചമുളക് വാഷിംഗ് ഏരിയ. ഇതാ കാബേജ് ഉണ്ടല്ലോ. ആയില്ല അല്ലേ? ചെറുതേനാണ്. ചെറുതേന് ഭയങ്കര വിലയല്ലേ? എല്ലാം ഉണ്ടായിരുന്നു. ഇതിലൊരു മൊട്ട് വരുന്നുണ്ട് അല്ലേ? ഇതാണ് താമര. ഇവിടെ ഒരു ഡാലിയ ഉണ്ട്. തൽക്കാലം
അതെടുത്തു ഞാൻ എടുത്തു. ആ സ്പെഷ്യൽ ആ അവനിവിടെ ഇല്ലാത്തതാണ് മെയിൻ പ്രശ്നം. ആ ഇവിടെ വന്നിട്ട് വേണം അതെ. കുറച്ച് അപ്പൊ ഇന്നത്തെ നമ്മളെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മളെ വൈഫിന്റെ ഫ്രണ്ട് ലിസിയുടെ വീട്ടിലത്തെ അവരെ വീട്ടിൽ തന്നെ വന്ന് ചെടികളുടെ ഒരു വീഡിയോ ആണ്. വീടും ചെടികളും. ആ ഓർക്കിഡിന്റെ ഒരു ശേഖരം ഉണ്ടല്ലേ. ഓർക്കിഡ് ആ ഇനി അത് വേണം. മനസംതൃപ്തിയായില്ലേ. ആ ശരി. കൂടുതൽ സമയം ചെറിയൊരു പൂക്കൾ കണ്ട വെയിലാകുന്നേരം ഈ പൂക്കൾ വിരിച്ച് നേരത്തെ നമ്മൾ ആദ്യം വീഡിയോ എടുക്കുന്നത് വെയിൽ വരുന്നതിനനുസരിച്ച് നമ്മൾ ബെന്നിച്ചേട്ടൻ്റെ വീട് കേട്ടോ. വയനാട് ജില്ലയിൽ മുതിരേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് കേട്ടോ. മുതിരേരി അടിപൊളി ഒരു സംഭവം. എന്താ പൂക്കൾ നോക്കിയാണ്. സത്യത്തിൽ ഇവിടെ വന്നിട്ട് തിരിച്ചു പോകാൻ തോന്നുന്നില്ല. ഇത്രയും രസമുള്ള പൂക്കളാണ്.